ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ നമുക്ക് സമാധാനത്തോടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതാ റെസ്റ്റായിട്ട് നല്ലൊരു അവധി ദിവസത്തിൽ നല്ല രസകരമായ കാഴ്ചകളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഒരു ആസ് എ മദർ, ആസ് എ വർക്കിംഗ് വുമൺ നമുക്കൊരു ലീവ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം ഭയങ്കര സ്ലോ ആയിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ദിവസമാണ്. വീട്ടിലത്തെ കാര്യങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങളായാലും എല്ലാം അതിനൊരു സ്ലോ മൂഡായിരിക്കും. അപ്പം അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങി വെച്ച നല്ല പൂക്കളാണ് ഈ വിരിഞ്ഞിരിക്കുന്നത്. എന്നും വർക്കിനൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് ഇതൊന്നും അധികം ശ്രദ്ധിക്കാറൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ അത് ഒരു വീഡിയോ ഇടുമ്പോൾ ഇടണമെന്ന് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മാത്രമല്ല, നമ്മുടെ താഴത്തെ മുറ്റത്തും ഒരുപാട് പൂക്കൾ, അതായത് ഇത് നമ്മുടെ ചെമ്പകത്തെ കയറി കിടക്കുന്ന ഇവിടെയൊക്കെ കോളാമ്പി പൂ എന്ന് പറയുന്ന പൂവാണിത്. ഒത്തിരി പൂ ഉണ്ടായി കിടപ്പുണ്ട്. പക്ഷേ ഇന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും ഇതൊക്കെ കാണാൻ പറ്റിയത് കേട്ടോ. അല്ലാത്ത ദിവസം നമ്മുടെ ജോലിയുടെ തിരക്കും വീട്ടിലത്തെ തിരക്കും പിള്ളേരെ സ്കൂളിൽ പോക്കും എല്ലാം കൊണ്ട് ഭയങ്കര മിസ് ഫീലിംഗ് ആയിരിക്കും. ഇന്ന് പക്ഷേ സമാധാനപരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയ്ക്കകത്ത്. ആകാശമൊക്കെ കാണാൻ എന്നാ ഭംഗിയല്ലേ. അല്ലാത്ത ദിവസങ്ങളിൽ ഇതൊന്നും കാണാൻ പോലും കിട്ടത്തില്ല. നേരം മയങ്ങും, നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും ഒരു റിലാക്സേഷൻ ഇല്ലാത്ത ദിവസങ്ങളാണ്. അപ്പോൾ ഇതേ നമ്മുടെ മാവും നല്ലവണ്ണം പൂത്തിരിപ്പുണ്ട്. ഇപ്രാവശ്യം മാങ്ങ ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല. മാവ് നന്നായിട്ട് പൂത്തിട്ടുണ്ട്. എല്ലാം പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇതുപോലെ സൈലൻ്റായിട്ടുള്ള ദിവസം നിങ്ങളൊക്കെ ആസ്വദിക്കാറുണ്ടോ? എനിക്ക് ലീവ് കിട്ടുന്ന ദിവസം ഇങ്ങനെയാണ് കേട്ടോ. സൺഡേ ഒക്കെ ഓഫാന്ന് പറഞ്ഞാലും എല്ലാ സൺഡേ ഒന്നും അങ്ങനെ വിട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പുട്ടും കടലക്കറി രാവിലത്തേക്ക് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നല്ല ആവി പറക്കുന്ന പുട്ടും നല്ല ടേസ്റ്റുള്ള കടലക്കറിയും കൂടെ ഉണ്ടാക്കി കഴിച്ചാൽ ഇന്നത്തെ ദിവസം സന്തോഷം. പിള്ളേരൊക്കെ ഇന്ന് കളിക്കുകയും കാർട്ടൂൺ കാണിക്കുകയും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ മെയിൻലി ഇങ്ങനെയുള്ള അവധി ദിവസങ്ങളിൽ ചെയ്യാറ് നമ്മുടെ ഫുഡ് ഉണ്ടാക്കുക, പിന്നെ വീട് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകുമല്ലോ. ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാതെ ഇങ്ങനെ കിടക്കുന്ന കുറേ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് തീർക്കണം. അങ്ങനെയുള്ള ഒരു ദിവസമായിട്ടാണ് ഞാൻ അവധി ദിവസത്തെ കാണുന്നത്. പക്ഷേ എല്ലാം ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല, പക്ഷെ വിചാരിക്കാറുണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. വർക്കിംഗ് വുമൺ ആയതുകൊണ്ട് ഭയങ്കര സ്ട്രെസ്സാണ്. വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാനോ പ്രോപ്പറായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. പക്ഷേ നമ്മൾ മാക്സിമം ശ്രമിക്കും. അപ്പോൾ ഇതാ വൈകുന്നേരമായി, നല്ലൊരു ചായയുടെ ഒരു ടൈമാണ്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് കുറേ കാര്യങ്ങൾ ഇനിയും പെൻഡിങ് ഉണ്ട് ചെയ്യാൻ. ഡെയിലി ഇങ്ങനെ വർക്ക് ചെയ്ത് മടുത്തിരിക്കുമ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് സെറ്റാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ വെളിയിലിരുന്ന് ചായയൊക്കെ കുടിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ തൊട്ട് വീണ്ടും റെഗുലർ വർക്കിങ്ങിലേക്ക് പോകണം. അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ഏകദേശം ചെയ്തു വെച്ചിട്ടുണ്ട്. വീടൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. തുണികളെല്ലാം അലക്കിയിട്ട് വിരിച്ച് മടക്കി അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിള്ളേരെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി ഇത് നാളത്തേക്കുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. എന്നൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഡയറിയിൽ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ നമുക്ക് നാളെ ഇടാം. അതുവരേക്കും ബൈ ബൈ.